ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വാട്സപ്പിൽ വന്ന മറ്റൊരു കിടിലം അപ്ഡേറ്റിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പം ആ ഒരു അപ്ഡേറ്റിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. വാട്സപ്പിൽ വന്ന പുതിയ അപ്ഡേറ്റ് ഒന്ന് നോക്കാം. നമുക്കറിയാം, നമുക്ക് വാട്സപ്പിലൂടെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു മെസ്സേജ് അയക്കാൻ ഇങ്ങനെ എടുത്തു വെച്ചപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മെസ്സേജ് അയക്കാൻ പറ്റാതെ ബാക്കിലോട്ട് വരേണ്ടി വന്നിരിക്കട്ടെ. അത്തരത്തിൽ ബാക്കിലോട്ട് വന്നാൽ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിക്ക് വീണ്ടും മെസ്സേജ് അയക്കണമെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തി ഇങ്ങനെ സെർച്ച് ചെയ്യണമായിരുന്നു അല്ലേ. അപ്പോൾ സെർച്ച് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു വ്യക്തിക്ക് നമുക്ക് വീണ്ടും ആ ഒരു വ്യക്തിയുടെ ചാറ്റ് ഓപ്പൺ ചെയ്യാനും മെസ്സേജൊക്കെ അയക്കാനും സാധിക്കത്തുള്ളായിരുന്നു അല്ലേ. അപ്പം ഈ ഒരു സംഭവം ഇതിന് മുമ്പുള്ളതാണ്. എന്നാൽ പുതിയൊരു അപ്ഡേറ്റ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്തരത്തിൽ എന്തെങ്കിലും മെസ്സേജ് അയക്കാൻ വേണ്ടി എടുത്തു, അതിന് ശേഷം സെൻഡ് ചെയ്യാതെ ബാക്കിലോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിലായിട്ട് ഡ്രാഫ്റ്റ് എന്നും പറഞ്ഞ് മുകളിലായിട്ട് ആ ഒരു മെസ്സേജ് ആ ഒരു ചാറ്റ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്ത് എടുത്തിട്ട് പിന്നീട് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചൊക്കെ ചെയ്തിട്ട് മെസ്സേജ് അയക്കുകയൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി അത് ചെയ്യേണ്ട. ഇപ്പോൾ നമ്മൾ മെസ്സേജ് അയക്കാതെ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് ബാക്കിലോട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും മുകളിൽ തന്നെ വന്ന് കിടക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ആ ഒരു വ്യക്തിയെ ചാറ്റ് എടുക്കാനും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവാം നമ്മളേതോ മെസ്സേജ് അയക്കാൻ എടുത്തായിരുന്നു, പക്ഷേ അത് മെസ്സേജ് അയക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ അന്നേരത്തെ സാഹചര്യത്തിൽ പറ്റിയില്ല എന്നൊക്കെ ഇവിടെ നിന്ന് കണ്ടു മനസ്സിലാക്കാനും ചിലപ്പം പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു പുതിയ അപ്ഡേറ്റാണ് വാട്സപ്പ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ശ്രമിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ഉറപ്പായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ആ ഒരു വ്യക്തിയുടെ ചാറ്റ് എടുക്കാൻ നമുക്ക് പിന്നെ ഇവിടെ നിന്ന് അത് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പുതിയ അപ്ഡേറ്റാണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിച്ചോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയിരിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ള ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.